ദേവാമൃതം ദേവാമൃതം. ഇന്ന് 1191 മിഥുനമാസം 1-ാം തീയതി, അതായത് 2016 ജൂൺ മാസം 15-ാം തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്ന് നക്ഷത്രം 35 നാഴിക ചിത്തിരയും ബാക്കി ചോദ്യവുമാണ്. പതിവ് പോലെ ജ്യോതിഷപംക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന, നമുക്ക് ജ്യോതിഷ ലോകത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും ഒട്ടനവധി വിവരങ്ങൾ പകർന്നു നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമള്ളൂർ ശർമാജിയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ശ്രീ ശർമാജി, ഞാൻ വനജ, തൃശ്ശൂരിൽ നിന്ന് എഴുതുന്നു. മകന്റെ വിവാഹം കഴിഞ്ഞിട്ട് 6 കൊല്ലമായി, ഇതുവരെ കുട്ടികളായില്ല. ഒരു പ്രാവശ്യം അബോഷനായി, പല ട്രീറ്റ്മെന്റും നടത്തി, ചെയ്യാത്ത വഴിപാടുകളില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്? കാര്യമായ കുഴപ്പമില്ല എന്ന് പറയുന്നു. താങ്കളുടെ വിശദമായ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു. മകൻ്റെ ഭാര്യയുടെ ഗ്രഹതല പ്രകാരം സ്ത്രീ ജാതകത്തിൽ പൊതുവെ ലഗ്നത്തിൻ്റെ 2-ാം രാശിയിലും ലഗ്നത്തിൻ്റെ 12-ാം രാശിയിലും പാപഗ്രഹങ്ങൾ നിൽക്കുകയോ, ലഗ്നത്തിൻ്റെ 5-ാം രാശികളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയോ, ലഗ്നത്തിൻ്റെ 9-ാം രാശികളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുകയോ ദൃഷ്ടി ചെയ്യുകയോ ചെയ്യുക. അതുപോലെ ലഗ്നത്തിൻ്റെ 7-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹങ്ങൾ രശ്മിബലം ഇല്ലാതെ, അഷ്ടവർഗബലമില്ലാതെ പാപസ്ഥാനങ്ങളിൽ നിൽക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ സാധാരണ നിലയിൽ സംഭവിക്കുന്നതാണ് അവർക്ക് ആർത്തവാദി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. മാസമുറ റെഗുലറായിട്ട് വരാതിരിക്കുകയോ, മാസമുറ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരികയോ, യൂട്രസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരികയോ, അല്ലെങ്കിൽ ട്യൂബ് പ്രഗ്നൻസി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് അത് കുഴപ്പത്തിൽ എത്തുകയോ ഒക്കെ ചെയ്യാം. എന്നാൽ ഇതിന് ശേഷം 9-ാം ഭാവത്തിലേക്ക് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുള്ളതുകൊണ്ട് ഈ വക ദോഷങ്ങളും ശസ്ത്രക്രിയകളും ഔഷധ സേവയും എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സന്താനം ഉണ്ടാകുവാനും, അതുപോലെ തന്നെ ഏകസന്താന ലബ്ധി എന്നാണ് അതിന് പറയുന്നത്. ഏകസന്താനം, ഒരു സന്താന യോഗം പറയാം. അപ്പം അതിനും കുറേ വഴിപാടുകളും പുണ്യപ്രവർത്തനങ്ങളും മരുന്നുകളും പ്രാർത്ഥനകളും ശസ്ത്രക്രിയയും ഒക്കെ ഇതിനോടൊക്കെ നടന്നു കഴിഞ്ഞിരിക്കും എന്ന് സാരം. ആ പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നത് 7-ാം ഭാവത്തിലും 5-ാം ഭാവത്തിലും. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. വിശേഷിച്ച് സന്താനകാരകനായ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തെ ശക്തിപ്പെടുത്തുകയും സന്തോഷപ്പെടുത്തുകയും ചെയ്യുന്നതാകയാൽ ഈ പാപഗ്രഹങ്ങളുടെ കാഠിന്യം കുറയുകയും ട്രീറ്റ്മെൻറ്റ് ഫലിക്കുകയും ഇതെല്ലാം കഴിഞ്ഞ് ഒരു സന്താനം നല്ല നേരത്ത് നല്ല ഐശ്വര്യമുള്ള കുട്ടി ഉണ്ടാകുവാനുള്ള യോഗവും സൂചിപ്പിക്കുന്നുണ്ട്. ആയതിനാൽ ബൃഹസ്പതി പത്മമിട്ട് 8 ദിവസമെങ്കിലും ബൃഹസ്പതിയെ പൂജ ചെയ്ത് ജലഗന്ധ പുഷ്പധൂപ ജലാന്തം പേരും നക്ഷത്രവും ചേർത്ത് 2 പേരുടെയും പേര് ചേർക്കാം, മകൻ്റെയും ഭാര്യയുടെയും ചേർത്ത് പുരുഷ സൂക്തം എന്ന് പറയുന്ന കർമ്മം 8 ദിവസം ചെയ്യുക. അതിന് ഉപയോഗിക്കുന്ന പല എപ്പിസോഡുകളിലും പുരുഷ സൂക്തങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. അത് വളരെ ഗുരു ഉപദേശത്തോടു കൂടി വളരെയധികം അഭ്യാസമൊക്കെ നടത്തി വേണം. അതായത് നിത്യേന ഉരുവിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന, നിത്യ തൊഴിൽ പോലെ ചെയ്യുന്നവർക്ക് പുരുഷ സൂക്തം കൊണ്ട് അതിൻ്റെ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് പുഷ്യരാഗം എന്ന് പറയുന്ന അതിവിശിഷ്ടമായ, അതായത് യെല്ലോ സഫയർ രത്നം ധരിക്കുകയും സുകുമാരഘൃതം പരസോപ്പീസ് എന്ന് പറയുന്ന ഔഷധങ്ങൾ 90 ദിവസം സേവിച്ച് വരികയും ചെയ്താൽ വലിയ താമസമില്ലാതെ ഒരു പെൺകുട്ടിക്കുള്ള സന്താനയോഗം ഈ ജാതക നിലയിൽ പറയും. അങ്ങനെ വിധിപ്രകാരം ചൊല്ലുന്ന പക്ഷം ഈ ഔഷധവും കഴിച്ച് ഈ രത്നം ധരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീ സന്താന യോഗം ഉണ്ടാവും. ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം. പുരുഷ യേ വേദം സർവം യൽഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വശേഷാനോ യദന്മേ ആതിരോഹതി.
ഏതാവാൻ അസ്യ മഹിമ ജയേശ്ച പൂരുഷ പാദോസ്യ വിശ്വഭൂതാനി ത്വപാദധ്യാമൃതം ദിവി ത്വപാദുർധ്വ ഉദയത് പുരുഷ പാദോസ്യേഹാഭവൽ പുന തതോ വിശ്വന്യക്രാമൽ സശനാനശനേയഭി തസ്മാത് വിരാളജായത വിരാജോ അധിപൂരുഷ സജാതോവത്യതിശ്ചത പശ്ചാൽ ഭൂമിമധോപുര യൽപുരുഷേണ ഹവിഷാ ദേവായജ്ഞമതന്വത വസന്തോ അസ്യാസീതജ്ഞം. ഇങ്ങനെ തുടങ്ങി അവസാനിക്കുന്നതായ 18 ഇർക്കുകളെ കൊണ്ട് അതിവിശേഷമായ പുരുഷസൂക്തം കൊണ്ട് ബൃഹസ്പതി പൂജ 8 ദിവസം നടത്തുകയും ജലഗന്ധ പുഷ്പധോ ജലാതം പുഷ്യരാഗം എന്ന രത്നം ചൂണ്ടുവിരലിൽ ധരിക്കുകയും സുകുമാരഘൃതം ഫലസർപ്പീസ് എന്നീ ഔഷധാദികൾ വൈദ്യോപദേശപ്രകാരം യഥേഷ്ട ഒരു 90 ദിവസമെങ്കിലും സേവിച്ചു വരികയും ബ്രഹ്മചര്യ വ്രതങ്ങളും സസ്യാഹാരാദികളും അവനവന് വിധിക്കപ്പെട്ട പ്രാർത്ഥനാ ഗീതങ്ങളുമൊക്കെ ചൊല്ലി വന്നാൽ ഒരു പെൺകുട്ടിയുടെ യോഗം കണിശമായിട്ടും 3 വർഷത്തിനുള്ളിൽ ഉണ്ടാവും. ഇപ്രകാരമൊക്കെ ദൈവാനുഗ്രഹം കഴിഞ്ഞ് ആഗ്രഹ സബലീകരണമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾക്ക് കത്തെഴുതും. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം